ചേച്ചി എനിക്ക് ഇഷ്ടമാണ്. കല്യാണം കഴിക്കാൻ താല്പര്യവുമുണ്ട്. എനിക്ക് കുറച്ച് വയസ്സ് കുറവാണ്. എന്നാലും എങ്ങനെയാ ഒന്ന് നോക്കിയാലോ? സൂപ്പർ ശരണ്യയിലൂടെയും പ്രേമലു സിനിമയിലൂടെയെല്ലാം ഒരുപാട് ആരാധകരെ നേടിയെടുത്ത മലയാള സിനിമയിലെ ശ്രദ്ധേയായ നടിയാണ് മമിത ബൈജു. പ്രേമലു എന്ന ചിത്രത്തിലൂടെ മമിത നേടിയെടുത്തത് വലിയൊരു ആരാധക കൂട്ടത്തെയുമാണ്. മലയാളത്തിൽ മാത്രമല്ല, ഇന്ന് രാജ്യം മുഴുവൻ ആരാധകരുണ്ട് മമിതയ്ക്ക്. ബാലതാരമായി സിനിമയിലെത്തിയ മമിത ഇന്ന് മലയാള സിനിമയിലെ മിന്നും താരവും കൂടിയാണ്. ഭാവിയിലെ സൂപ്പർ നായികയായിട്ടാണ് പലരും മമിതയെ വിലയിരുത്തുന്നതും. ഇതിനിടെ ഇപ്പോഴിതാ തനിക്ക് ലഭിച്ചൊരു പ്രണയാഭ്യർത്ഥനയെ കുറിച്ചുള്ള മമിതയുടെ വാക്കുകൾ ചർച്ചയാവുകയാണ്. മമിത +2 പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കൻ വന്ന് പ്രപ്പോസ് ചെയ്തു. അതിന് മമിത പറയുന്നത് ഇങ്ങനെയാണ്: എന്ത് ധൈര്യത്തിലാണ് നീ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു. ചേച്ചി എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് കുറച്ച് വയസ്സ് കുറവാണ്, എന്നാലും എങ്ങനെയാ ഒന്ന് നോക്കിയാലോ? ഇപ്പോൾ അവൻ അത് ഓർത്ത് ചിരിക്കുന്നുണ്ടാവും. അത്രയും ഫ്രീ ആണ് താനിപ്പോൾ, ആരാണെങ്കിലും പറയാം, നോ സീൻ എന്ന മട്ടിലായിരുന്നു മമിതയുടെ മറുപടിയും. 2017 പുറത്തിറങ്ങിയ സർവോപരി പാലാക്കാരൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മമിതയുടെ അരങ്ങേറ്റം. പിന്നീട് ഹണി ബി 2, ഡാഗിനി, വരത്തൻ, വികൃതി തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു. ഓപ്പറേഷൻ ജാവ, ഖോഖോ തുടങ്ങിയ സിനിമകളിലെ മമിതയുടെ പ്രകടനം കയ്യടി നേടിയവയായിരുന്നു. പിന്നീട് അഭിനയിച്ച സൂപ്പർ ശരണ്യയിലെ പ്രകടനമാണ് മമിതയെ താരമാക്കി മാറ്റിയത്. ഇതോടെ സോനാരെ എന്നായി ആരാധകർ മമിതയെ വിളിച്ചിരുന്നതും. പിന്നീട് അഭിനയിച്ച സിനിമകളും വിജയം നേടി. പോയ വർഷം പുറത്തിറങ്ങിയ പ്രേമലു മമിതയ്ക്ക് വലിയ നിറഞ്ഞ കയ്യടികളായിരുന്നു നേടിക്കൊടുത്തത്. പ്രേമലു കേരളത്തിന് പുറത്തും വലിയ ഹിറ്റായി മാറിയ സിനിമയും കൂടിയാണ്. ചിത്രത്തിലെ നസ്ലൻ മമിത കോംബോ പുതുതലമുറയുടെ മുഖമായി മാറുകയാണ്. ഇന്ന് ഒരുപാട് ആരാധകരും കൈനിറയെ സിനിമകളുമുള്ള ഒരാളാണ് മമിത. ഇപ്പോഴിതാ തമിഴിലും തെലുങ്കിലുമെല്ലാം സാന്നിധ്യം അറിയിക്കുകയാണ് താരം. റിബൽ എന്ന ചിത്രത്തിലൂടെയാണ് മമിതയുടെ തമിഴ് എൻട്രി. വിജയ് നായകനാകുന്ന ജനനായകൻ എന്ന ചിത്രത്തിലാണ് മമിത ഇപ്പോൾ അഭിനയിക്കുന്നത്. ഈ ചിത്രീകരണത്തിന്റെ തിരക്കിലുമാണ് മമിത. ചിത്രത്തിൽ നായിക തുല്യമായ കഥാപാത്രമാണ് മമിതയുടേത്. പിന്നാലെ ഡിയർ കൃഷ്ണ എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും അരങ്ങേറാൻ പോവുകയാണ് മമിത. മലയാളത്തിൽ പ്രേമലുവിന്റെ 2ാം ഭാഗം ഉൾപ്പെടെയുള്ള സിനിമകൾ അണിയറയിലുമുണ്ട്.